ഈ വാട്സപ്പിൽ കൂടി യൂട്യൂബിൽ കൂടിയൊക്കെ നിങ്ങൾ ഒരുപാട് ഫണ്ട് കളക്ട് ചെയ്ത് ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഉദ്ദേശം ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, പക്ഷേ നിങ്ങൾ വലിയ ഒരു ട്രബിളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളിൽ പലരും കേട്ടിട്ടുള്ള വാക്കാണ് ട്രസ്റ്റ് എന്നുള്ളത്. നമ്മളിൽ പല ആളുകളും ഈ ട്രസ്റ്റ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് 2018 പ്രളയത്തിന് ശേഷം, നമ്മളുടെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന് ശേഷം, 2020 കോവിഡിനൊക്കെ ശേഷം, ആ ഒരു സമയത്തൊക്കെ കേരളക്കര മൊത്തം ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിട്ട് ആ ഒരു വിപത്തിനെ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ചെറിയ ചെറിയ സംഘങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ ചാരിറ്റബിൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പല ആളുകളും ചെയ്യുന്നത് അതൊരു രജിസ്റ്റേർഡ് സ്ട്രക്ചറിലൊന്നുമല്ല ചെയ്തു പോന്നിരുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയൊക്കെ വരവോട് കൂടിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യാനും ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട്, അതായത് ആളുകളിലേക്ക് ഇങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട് എന്ന് എത്തിക്കാനൊക്കെ ആയിട്ട് വളരെ ഈസിലി നമുക്ക് കഴിഞ്ഞെങ്കിൽ പോലും പലരും ഒരു രജിസ്റ്റേർഡ് ഫോർമാറ്റിലല്ല ഇതൊന്നും ചെയ്തു വരുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്കും പോകുന്നുണ്ട്. കാരണം ഇപ്പുറത്തെ സൈഡിൽ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരാൾ, അപ്പോൾ ഡോണർ അല്ലെങ്കിൽ ഡോണി, ഇവർ രണ്ട് പേരെയും ഒരു ബുദ്ധിമുട്ടിലേക്ക് ആക്കുകയാണ് ഇത് രജിസ്റ്റേർഡ് അല്ലാത്ത ഫോർമാറ്റുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരം ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ഫോർമലായിട്ട് എങ്ങനെയാണ് ട്രസ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത്.